പാചക കലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങ പുളിശ്ശേരി, അതായത് നമ്മളെ നാടൻ മാങ്ങ. ആ നാടൻ മാങ്ങ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കുറേ മാങ്ങ ഉണ്ട്. ഇത് നമ്മൾ തോല് പൊളിച്ചിട്ട് അത് പിന്നെ പിഴിയണം. പിന്നെ അണ്ടിയോട് കൂടിയിട്ട് നമ്മൾ ഈ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ചെത്തിക്കളഞ്ഞു. ഇനി നമ്മളിത് തോല് കളഞ്ഞ് നമ്മൾ ഈ അണ്ടി വേണം. എന്നിട്ട് തോല് ഒന്ന് വെള്ളത്തിൽ ഇതാക്കാനുണ്ട്. അത് നമ്മൾ ഇങ്ങനെ തോല് കളയല്ല, തോല് നമ്മളൊന്ന് ഇതാക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ തോല് കളഞ്ഞ് ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ ഇത് മാങ്ങയിടും. അതേപോലെ തോലൊന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട്. വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കും. വെള്ളം കുറച്ച് ഒഴിക്കുകയാണ് ഇതിൽ. മാങ്ങ കറിയുടെ ഇത് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലെ തോലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അണ്ടി അവിടെ കിടന്നോട്ടെ, മാങ്ങ അവിടെ കിടന്നോട്ടെ. തോല് പിഴിഞ്ഞെടുക്കുക. തോലുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. തോല് നമ്മൾ പിഴിഞ്ഞ് എടുത്തു. അതിലെ ഈ തോല് നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഇതിലെ എസൻസ് ഇതിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആ എസൻസ് പിഴിഞ്ഞു. ഈ മാങ്ങ ഇതാണ്. ഇനി ഇതാണ് നമ്മൾ തിളപ്പിക്കുന്നത്. നമ്മൾ സ്റ്റവ് കത്തിച്ചു. ഇനി അതിലേക്ക് നമ്മളിത് ഒഴിക്കുകയാണ്. ഇനി അതിൽ ശർക്കര ഇടും. മാങ്ങാ പുളിശ്ശേരിയാണ്. ഇതിൽ ശർക്കര ഇടും. ശർക്കര നമ്മളൊരു 4 അച്ച് ശർക്കര ഇട്ടു. അത് വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം. ഇനി ഈ കുക്കറ് നമ്മൾ അടച്ച് വെക്കുക. ഇനി ഇതിൽ നമ്മൾ മുളക് പൊടി ഇടണം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി അതേപോലെ നമ്മളിതിൽ മഞ്ഞൾ ഇടണം. മഞ്ഞൾ ഒരു ടീസ്പൂൺ ഇട്ടു. ഇതേപോലെ നമ്മളിനി ഉപ്പും ഇടുക. ഇത് പുളി ഉള്ളത് കൊണ്ട് കുറച്ച് അധികം ഉപ്പിടാം. ഇനി ഇതിൽ നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ, വെന്ത് കഴിഞ്ഞാൽ, നാളികേരവും കടുകും കൂടെ അരച്ചത് ഇതിലേക്ക് ഇടും. കുക്കറ് നമ്മൾ ഇതിട്ട് അടച്ച് കഴിഞ്ഞു. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞൾ, ശർക്കരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് അടച്ച് വെക്കണം. ഇപ്പം നമ്മൾ 2 വിസിൽ വന്നു. ഇനി നമ്മൾ സിമ്മിലിട്ട് വെച്ചാൽ മതി. വേണമെങ്കിൽ ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും, വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ സിമ്മിലിട്ട് ഒന്നും കൂടെ വേവിക്കാം. അതായത് ഇപ്പോൾ ഏത് സാധനവും നമ്മളിങ്ങനെ സിമ്മിലാക്കിയാണ്ട് ഒരു വിസിൽ വന്നിട്ട് ഏകദേശം നമുക്കത് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ചോറാണെങ്കിലും എന്താണെങ്കിലും ഒരു വിസിൽ വന്നിട്ട് നമ്മൾ സ്ലോ സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് അതിൻ്റെ ടൈമിങ് ഏകദേശം ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരൊറ്റ വിസിൽ മതി. പിന്നെ കുറച്ച് നേരം, ഇപ്പോൾ ചോറാണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് നേരം
സിമ്മിലിട്ട് വെച്ചാൽ മതി. പിന്നെ അത് ഇങ്ങനെ വല്ലാതെ പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ അപകട സാധ്യത കുറയ്ക്കും. അപ്പോൾ നമ്മളിതിൽ ആ പ്രഷർ കുറയുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് സിമ്മിലാക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വിസിൽ വേണം എന്നുള്ള നിർബന്ധമല്ല. ഓക്കെ, ഇത് തുറക്കുന്നു. ഇനി ഇതിൽ നമ്മൾ നാളികേരം ഒരു 1.5 മുറി ഉണ്ടാവും. അതും ഒരു 100 ഗ്രാം കടുകും കൂടെ അരച്ചതാണ് അതിലേക്ക് ഇടുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെള്ളം കൊണ്ട് കഴുകിയതും കൂടെ പാരാം. ഇനി ഇത് ഒന്ന് നമ്മൾ ഇളക്കുന്നു. ഉപ്പും മുളകൊക്കെ നോക്കാണ്ട് കാണിക്കണം. ഉപ്പിടാം. ഇനി ഇതിൽ കടുക് മുളക് നമ്മൾ വറുത്തിടുക. അതിനാദ്യം നമ്മൾ ഇതൊന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിൽ കടുകിടണം. വേണ്ട, നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായി. ഇനി നമ്മൾ കടുകിടുന്നു. ഇതിൽ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മുളക് ഇടുന്നു. ഇത് ചുവന്ന മുളകാണ്. ഇങ്ങനെ മുറിച്ചാണ്ട് നമ്മളിടുക. കറിവേപ്പിൻ്റെ ഇല ഇട്ടു. നമ്മളൊന്ന് ഇളക്കണം. ഓക്കെ, ഇത് നമ്മൾ കടുക് പൊട്ടിച്ചത്, മുളക്, ചുവന്ന മുളക്, കറിവേപ്പില അതിട്ട് കഴിഞ്ഞു. എല്ലാം ഫിനിഷായി. ഇതോടെ കഴിച്ചാൽ മതി. CBSE കൊണ്ട് വരട്ടെ. ചാറിലല്ലേ. ഇവൻ്റെ പേര് അശ്വന്ത് കൃഷ്ണ. ഇവനാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മാങ്ങ അടക്കമുള്ള ഇതാണ് പാര. ഇനി ഒന്ന് പറഞ്ഞ CBSEൻ്റെ ആ രീതിയിലൊന്നാണ് പറഞ്ഞ. ഇംഗ്ലീഷിൽ പറയാൻ കഴിയോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇംഗ്ലീഷ് പറ. വെരി ടേസ്റ്റി. ഐ ലൈക്ക് ദിസ്. സൂപ്പർ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് നമ്മളെ വീട്ടിൽ ഫാദർ മദർ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഈ മാങ്ങാക്കാലമായി കഴിഞ്ഞാൽ ഈ മാങ്ങാക്കൂട്ടാൻ ഉണ്ടാക്കൽ വളരെ നിർബന്ധമാണ് അവർക്ക്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്. പപ്പടമൊക്കെ ഉണ്ട്, ഉപ്പേരിയുണ്ട്. ഇത് നല്ല ചൂടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഈമ്പി കഴിക്കും കൂടെ ചെയ്യാം.
അപ്പം നന്ദി, നമസ്കാരം. ഇത് വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് അങ്ങോട്ട് എല്ലാവർക്കും കൊണ്ട് പരത്തിയാണ്ട് കൊടുക്കുക.